വനം വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ച ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി വനം വകുപ്പിനുണ്ട്. അതിനായി കേന്ദ്രത്തിന്റെ ലൈസൻസിന്റെ ആവശ്യമില്ല. മുളവടിയും ഒരു ടോർച്ചുമല്ലാതെ ഒന്നും കേരളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ആളാണ് വനം മന്ത്രിയെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. മലയോര ജനതയെ ഇടത് വലത് മുന്നണികൾ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടകാരികളായ പന്നികളെയും വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനുള്ള സമ്പൂർണമായിട്ടുള്ള അധികാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്കുണ്ട്. കേരളത്തിലെ വനം വകുപ്പ് വന്നറിഞ്ഞ എന്താണ്? പാവപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മുളവടിയും ഒരു ടോർച്ചും അല്ലാതെ ഈ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് സൗകര്യമാണ് കേരളത്തിലെ വനം വകുപ്പ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഒരു വനം മന്ത്രിയുണ്ട്. ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ പാവം ശശീന്ദ്രൻ. ബാക്കിയുള്ള അയാൾ പറയുന്ന 5 ആണെന്നാണ്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ള ഒരു വനം വകുപ്പ് മന്ത്രിയെ വെച്ച് ഈ കേരളത്തിൽ മലയോര ജനതയെ, വനപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ കൊല്ലാക്കൊല ചെയ്യുന്നത്? അരുണാചലത്തൂർ ചേർന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അരുണ്, കെ സുരേന്ദ്രൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്? പ്രധാനമായിട്ടും ഈ ഒരു 15കാരൻ ചോക്കേറ്റ് മരിച്ച സംഭവത്തിൻ്റെ ഉത്തരവാദി അത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ ഭരണകൂടവുമാണ് എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വിമർശനമായിട്ട് ഉന്നയിച്ചത്. അതായത് ഈ കേന്ദ്ര സർക്കാരിനെയാണ് പലപ്പോഴും ഈ ഇടതുപക്ഷം സംസ്ഥാന സർക്കാരൊക്കെ പല കാര്യങ്ങളിലും പഴിചാരുന്നത്. ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ബാധ്യത അത് കേന്ദ്ര സർക്കാരിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒഴിയുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ യാതൊരു അനുമതിയും ഇത്തരത്തിലുള്ള വന്യജീവി പ്രശ്നത്തിൽ ആവശ്യമില്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഈ അപകടകാരികളായിട്ടുള്ള വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങളെ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അത് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതിന് അനുമതി ആരും നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്തരം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനൊക്കെ ഉള്ള അനുമതി അത് നേരത്തെ തന്നെ സംസ്ഥാന ഭരണകൂടത്തിലുണ്ട്. വനം വകുപ്പ് അത് കൃത്യമായി പ്രയോഗിച്ചാൽ മാത്രം മതി. ഈ അപകടകാരികളായിട്ടുള്ള വന്യജീവികളെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുകയും മറ്റും ചെയ്താൽ മതി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഒപ്പം തന്നെ തദ്ദേശ ഭരണകൂടം, അതായത് ഓരോ പഞ്ചായത്ത് പരിധിയിൽ ഇങ്ങനെ അപകടകാരികളായിട്ടുള്ള കാട്ടുപന്നികളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലേണ്ടത് തദ്ദേശ സ്ഥാപനമാണ്. ഈ നിലമ്പൂരിലെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒന്ന് നമ്മുടെ വനം വകുപ്പ്, സംസ്ഥാന വനം വകുപ്പാണ് അവിടെ ഈ പന്നികളെയൊക്കെ വെടിവെച്ച് കൊല്ലേണ്ടത്. രണ്ടാമത് അവിടുത്തെ UDF ഭരിക്കുന്ന വഴിക്കടവ് പഞ്ചായത്താണ് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ 2 വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ KSEBയും അതുപോലെ തന്നെ വനം വകുപ്പും ഒക്കെ കൃത്യമായ പരിശോധന ഈ ഭാഗങ്ങളിലൊക്കെ നടത്തേണ്ടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പരിശോധനകളും അവിടെ ഉണ്ടായില്ല. അതും വലിയ വീഴ്ചയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല ഈ 2023 കേന്ദ്ര സർക്കാർ വന നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് അതാരും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ഗുണം മലയോര ജനതയ്ക്ക് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. പിന്നെ വനം വകുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കുന്ന സമയത്ത് വനം വകുപ്പിന് കൃത്യമായ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നില്ല. ഒരു മുളവടിയും ടോർച്ചും മാത്രം നൽകിക്കൊണ്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ കാട്ടുപന്നിയെയും പുലിയെയും അതുപോലെ തന്നെ ആനയെയും ഒക്കെ നേരിടാൻ പറയുന്നത്. അതെങ്ങനെ പ്രായോഗികമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് ഈ വന്യജീവികളെ ആക്രമണം, വന്യജീവി സംഘർഷം തടയുന്നതിനൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. അതിനുവേണ്ട കൃത്യമായ പരിശീലനങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അത്തരം കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുന്നില്ല എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ആനയ്ക്ക് എത്ര കാലുണ്ട് എന്ന് ചോദിച്ചാൽ അതുപോലും അറിയാത്ത വ്യക്തിയാണ് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി. ഇങ്ങനെ ഒരാളെയും വെച്ച് എന്തിനാണ് പിണറായി വിജയൻ ജനങ്ങളെ ദ്രോഹിക്കുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മാത്രമല്ല മലയോര ജനതയെ ഇടത് വലതു മുന്നണികൾ വളരെ വഞ്ചിക്കുകയാണെന്ന് മാത്രമല്ല ഇപ്പോൾ അവരുടെ ഈ ഒരു വിഷയം അനന്തുവിൻ്റെ മരണത്തെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തുകയാണ് ഇടത് വലതു മുന്നണികൾ എന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ശരി, ആരും